അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണത് ചകിരി കൊണ്ട് എങ്ങനെ ദോശക്കല്ലുമ്മ എണ്ണ വരട്ടാനുള്ളത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് ചകിരിയിലെ ഞാരെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഞാരെടുക്കാം. കണ്ടോ, ഇതുപോലെ കുറേശ്ശെ ഞാരെടുക്കുക. ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെട്ടാം. ഇത് പറക്കാതിരിക്കാൻ കേട്ടോ എടുക്കണം. ഇതുപോലെ എടുക്കാം കേട്ടോ. കുറച്ച് ഇതിങ്ങനെയൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ എടുക്കാം. ദോശക്കല്ലിലെ എണ്ണ പുരട്ടാനുള്ളത് കാശ് കൊടുത്ത് മേടിക്കേണ്ട, അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞെടുക്കുക. ഇത് ഞാൻ കാണിക്കാം. അപ്പം ഇതുപോലെ കറക്റ്റ് ആയിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ ഐസ്ക്രീമിൻ്റെ കട ഇതുപോലെ വാങ്ങിക്കുമ്പോൾ, ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു എണ്ണം കിട്ടും. അത് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റബ്ബർ ഇട്ടിട്ട് ഈ ഭാഗത്ത് നല്ലോണം അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. കണ്ടോ, നമ്മളെ ദോശക്കരിയിൽ നമ്മളൊന്ന് നമ്മളെ എന്താ പറയുക, ചതയ്ക്കണോണ്ട് ഒന്ന് ചതച്ചിങ്ങനെ കുഴിഭാഗം ചതച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ എണ്ണ വരട്ടാനായിട്ട് സുഖമാണ്. ദോശക്കല്ലും എണ്ണ വരട്ടാൻ. ഇതിപ്പോൾ വെള്ളമാണ്, എണ്ണയാന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വലിയ ടീനെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ ഇങ്ങനെ ഈ എണ്ണയിൽ ഇങ്ങനെ എണ്ണ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എണ്ണപ്പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ. നമുക്ക് കാശ് കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാൻ നിൽക്കണ്ട. നമ്മുടെ തലയിൽ തേക്കാനായിട്ട് എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് എണ്ണയൊക്കെ തലയിൽ തേക്കുമല്ലോ കയ്യിലിങ്ങനെ ഒഴിച്ചിട്ട്. അപ്പോൾ അത് ഒഴിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് വെക്കുക കേട്ടോ. നല്ലൊരു സാധനമാണ്. താളി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ താളി അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ കയറ്റുക. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാ, കുറേ നാളായി ഇപ്പോൾ മേടിച്ചിട്ടത്. കണ്ടോ, എന്നിട്ട് ഇത് എവിടെയാണോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. കുറേ ഇങ്ങനെ പതുക്കെ അമർത്തിക്കൊണ്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ തലയിലൊക്കെ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ സുഖമായിട്ട് എണ്ണയൊക്കെ പോയി കിട്ടും. എണ്ണയൊക്കെ പുരട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അടുത്ത ടിപ്പിലേക്ക് പോവാം. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തു. ആ ബുക്കിൽ ഓരോന്നും ഇങ്ങനെ മറിച്ച് നോക്കി ഇരിക്കുക. അപ്പം നമ്മൾ ലാസ്റ്റ് ഇത് അടച്ചു വെക്കുമ്പോൾ വീണ്ടും ഇടയ്ക്ക് നോക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ എവിടെയാ നമ്മൾ നോക്കിയതെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു സൂത്രമാണ്. എവിടെയാണ് നമ്മൾ വായിച്ച് വെച്ചേ അല്ലെങ്കിൽ നോക്കി വെച്ചേ എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പെട്ടെന്ന് കിട്ടാനാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് എവിടെയാണോ പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റണത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം നിങ്ങളൊരു തുറന്നിട്ടാൽ കിട്ടും. കണ്ടോ, കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് ഇപ്പോൾ കുറച്ചധികം പച്ചക്കറിക്ക് വാങ്ങിക്കുമ്പോൾ അപ്പം നമുക്ക് കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് കറി വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കത് നേരെ ഫ്രിഡ്ജിൽ കവറിൽ കൊണ്ട് വയ്ക്കാതെ ഒരു പപ്പടം കുത്തി അല്ലെങ്കിൽ ഒരു കത്തിയമ്മ കുത്ത്. ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു കത്തിയമ്പോഴാണ് ശരിക്കും കുത്തിയപ്പോഴാണ് കറക്റ്റ് ആയത്. പപ്പടം നമ്മൾ കുത്തണതുണ്ടല്ലോ, അതുമ്പോൾ കുത്തിയപ്പോൾ ഇത് വെയിറ്റ് ആയിട്ട് അങ്ങോട്ട് തെന്നി മാറുക കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ശരിയായിട്ട് തോന്നില്ല. അപ്പോൾ കത്തിയമ്മ കുത്തി. അപ്പം ഒരു മിനിറ്റ് വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് നല്ലോണം ചൂടൊന്ന് പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പുഴുക്കളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ പുഴുക്കൾ ചത്തിലും ഒന്ന് ബോധം കെട്ടുപോയിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് എടുത്തിട്ട് ഒന്ന് കഴുകി വേണമെങ്കിൽ എടുക്കാം. എന്നിട്ടൊരു കവറിലോ അല്ലെങ്കിൽ പേപ്പറിലോ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടാവില്ല കേട്ടോ. പിന്നെ പുഴുക്കളോടുകൂടി കൊണ്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വയ്ക്കണ്ടല്ലോ. അപ്പം അങ്ങനെ അറിയാത്തവർ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഉണ്ടോ, പിന്നെ അടുത്ത ടിപ്പ് കാണാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതും
എന്താ പറയുക, ചപ്പാത്തിക്ക് മറിച്ചിടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫാൻ തുടയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നുകിൽ ഇത് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ തലോണ കവർ ഉണ്ടല്ലോ അതെടുക്കാം. അതും ബെസ്റ്റാണ്, ഇതും ബെസ്റ്റാണ്. നമ്മൾ താഴെ നിന്ന് വടിയിട്ട് കാണിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സ്റ്റൂളുമ്മ കയറി നിന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ വെറുതെ കാണിക്കുന്നത് കേട്ടോ കെട്ടുന്നത്, ഇങ്ങനെയല്ല ഞാൻ കെട്ടുന്നത്, ഇപ്പോൾ വെറുതെ കാണിച്ചു എന്ന് മാത്രം, ഒരു സാമ്പിള് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് കാണിക്കട്ടെ കേട്ടോ. ഫാനമ്മ ഇപ്പോൾ ചെളി ഞാൻ ഇടയ്ക്ക് തുടയ്ക്കുന്നുണ്ട്, താഴ്ത്തിട്ട് ഞാൻ തുടയ്ക്കാറട്ടെ, ഇവരെ കിട്ടാറില്ല. ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നു, അവനോട് പറഞ്ഞു തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ മോളിൽ കയറി നിന്നിട്ട് ഒരു സ്റ്റൂളിട്ടിട്ട് മേലെ കയറി നിന്ന് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ കേട്ടോ, അത് നമ്മൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊറ്റ പ്രാവശ്യം തുടച്ചെടുക്കുക എല്ലാതും, എന്നിട്ട് ഒന്നുകൂടി കഴുകി കൊണ്ടുവന്നിട്ട് കഴുകി പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് രണ്ടാമത് തുടയ്ക്കാം കേട്ടോ. നല്ല ക്ലീനായി കിട്ടും കേട്ടോ. താഴത്ത് നിന്ന് തുടയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക്, എത്ര നമ്മൾ എളുപ്പപ്പണി കാണിച്ചാലും അത് ബുദ്ധിമുട്ടാവും. മേലെ നിന്നിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ അവർ ഒഴിവുള്ളപ്പോൾ അവരെ കൊണ്ട് തുടപ്പിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. കേട്ടോ, നല്ലോണം അഴുക്കുണ്ട് കേട്ടോ. കാണുമ്പോൾ അഴുക്കില്ലാന്ന് തോന്നും, പക്ഷേ തുടച്ചുകൊണ്ട് എടുക്കുമ്പോൾ അഴുക്കാവും. ഇനി ഇത് കഴുകിയിട്ട് വേണം അടുത്തത് തുടച്ചിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് ചുറ്റുന്ന ഫാൻ മൊത്തം ഇത് തുടച്ചിട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവൻ ചുറ്റും തുടയ്ക്കണത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാതും അതിന് തുടച്ചെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്ലീനാവും. താഴത്തുനിന്ന് ഇത്രയും ക്ലീൻ ആവാൻ വഴിയില്ല കേട്ടോ. അതിന് കുഞ്ഞു കുഞ്ഞു സൈഡിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴാണ് നല്ല വൃത്തിയിൽ കിടക്കുന്നത്. ഇനി വെള്ള കളറുള്ളതാവുമ്പോൾ പെട്ടെന്ന് ചെളി വരും കണ്ടോ. ഇനി ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് വേണം തുടയ്ക്കണമെങ്കിൽ. അപ്പോൾ അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കുക, നല്ല എളുപ്പത്തിലുള്ള കേട്ടോ അത്. കണ്ടോ, ഒരു അഴുക്ക് പോലും ഇല്ല, എല്ലാം ക്ലീനായി കിട്ടി. സൈഡിലൊക്കെ ലേശം ഉണ്ട് കേട്ടോ, സൈഡ് ഭാഗം തുടച്ചില്ല. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.